സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച റാപ്പിഡ് റെയിൻ ട്രാൻസ്ലൈൻ പദ്ധതി കേരളത്തിന്റെ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ പ്രായോഗികമല്ലെന്ന വിമർശനവുമായി മെട്രോമാൻ ഇ ശ്രീധരൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് പദ്ധതി പ്രായോഗികമല്ലെന്ന് വ്യക്തമാക്കി ഇ ശ്രീധരൻ രംഗത്തെത്തിയത്. RRT ലൈൻ സംബന്ധിച്ച് സർക്കാർ തന്നോട് ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒരു വാർത്താ ചാനലിനോട് പ്രതികരിക്കവെയാണ് ഇ ശ്രീധരൻ ഇക്കാര്യം പറഞ്ഞത്. RRT പദ്ധതി ചെറുനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഗതാഗത സംവിധാനമാണെന്നും അതിനാൽ തന്നെ ഉയർന്ന വേഗത സാധ്യമാകില്ലെന്നും ശ്രീധരൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിന് അനുയോജ്യമായ അതിവേഗ പാതയ്ക്കായി താൻ നിർദ്ദേശിച്ച ബദൽ പദ്ധതി അവഗണിച്ചാണ് സർക്കാർ നിർണായക തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി RRT ലൈൻ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ വിവാദം ശക്തമാവുകയാണ്. കേന്ദ്ര സർക്കാർ അതിവേഗ റെയിൽ പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ശ്രീധരന്റെ അവകാശവാദം. 15 ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിലുള്ള റൂട്ടിലാണ് റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. 4 ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. പദ്ധതിയോടുള്ള സംസ്ഥാനത്തിന്റെ താൽപര്യം വ്യക്തമാക്കുന്ന കത്ത് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി അയക്കുമെന്നും സർക്കാർ അറിയിച്ചു.